അച്ഛൻ്റെ സ്പൂണ് എനിക്കൊന്നും വേണ്ട. അപ്പോൾ ഇതെന്ത് വെച്ചായ ലഡു കണ്ടോണോ ഇപ്പോഴും? അച്ചായ എന്താ പരിപാടി? ഇന്ന് പാൽ കൊഴുക്കട്ട, അതിന് അരിപ്പൊടി കുഴയ്ക്കുകയാണ്. തേങ്ങാപ്പേരി ഇടുക. തേങ്ങാപ്പീരയും മാവും കൂടെ അച്ചായൻ മിക്സ് ചെയ്യുന്ന ഉരുളെ കുട്ടി തുടങ്ങാം. അച്ചായൻ കൊഴിക്കട്ട ഉണ്ടാക്കി വെച്ച്. നമസ്കാരം, നാടൻ രുചിയിലേക്ക് സ്വാഗതം. അച്ചായൻ നമുക്ക് പാൽക്കൊഴിക്കട്ട ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് വീണ്ടും പിടിച്ചു നിർത്തിയിട്ടുമാണ്. പാൽക്കൊഴിക്കട്ടയ്ക്ക് അച്ചായൻ എവിടം വരെ ചെയ്തെന്ന് നിങ്ങൾ കണ്ടു. ഇത്ര നേരം കണ്ടിരുന്നതിന് 1000 നന്ദി. എന്തെങ്കിലും പറയാനുണ്ടോ അച്ചായ? ഒന്നുമില്ല. ബിയൊക്കെ വളരെ കുറവാണ്. ഒന്ന് തള്ളി മേളോട്ട് വിട്ടേക്ക്. അപ്പൊ എന്താ നേരെ വീഡിയോയിലേക്ക്. പാൽ കൊഴുക്കട്ട ഉണ്ടാക്കി തുടങ്ങാം. കുറച്ചുപ്പിടാം. ഈ വെള്ളം തിളച്ച് വരട്ടെ. വെള്ളം തിളച്ചു വന്നേ കൊഴുക്കട്ട ഇട്ട് കൊടുക്കാം. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. കൊഴിക്കട്ടയെല്ലാം അച്ചായൻ വെള്ളത്തിലിട്ട് ഈ കുറച്ച് വെച്ചിരിക്കുകയാണേ, അവിടെ കിടന്ന് വേഗട്ടെ. തിളച്ചു വന്നേ കൊഴിക്കട്ട ഇളക്കുന്നേ. ശർക്കര പാനി ഒഴിക്കാം. ഇളക്കുന്നേ. ചെറുതായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. സ്റ്റൗ ഓഫ് ചെയ്യുക. ഇതിനി ആറട്ടെ. ആറി വന്നു. നല്ല ജീരകപ്പൊടി ഏലക്കാപ്പൊടിയും ചേർക്കാം. ഇത് ഇളക്കി കഴിഞ്ഞ് തേങ്ങാപ്പാൽ ഒഴിക്കാം. പാൽ കൊഴിക്കട്ട അച്ചായൻ ഇളക്കുന്നേ. താളിപ്പ് ചേർത്ത് കഴിയുമ്പോൾ പാൽ കൊഴുക്കട്ട റെഡി. ഇളം പൂവേ നിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ. ചക്കര അച്ചായൻ ഉണ്ടാക്കി തന്ന പാൽ കൊഴിക്കട്ട എടുക്കുന്നേ. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോ കുറുവും ഇല്ല ചായ? തണുക്കുമ്പോ കുറുവും. പാൽ കൊഴിക്കട്ട അച്ചായനും എടുത്തിട്ടുണ്ട്. ഇതാണ് പാൽ കൊഴിക്കട്ട. നോക്ക്, കഴിക്കട്ടെ. ഊണി കഴിക്കാൻ വലിയ വശമില്ല. മധുരവും ഏലക്കാടെ ടേസ്റ്റ്, നല്ല ജീരകത്തിന്റെ ടേസ്റ്റ് ഒക്കെ കിട്ടുന്നു. ഇത് ഇങ്ങനെ എടുക്കണം. ഓക്കെ, വീണ്ടും ഈ പാലെടുത്ത് അച്ഛൻ്റെ സ്പൂണ്. എൻ്റെ അമ്മോ, വിചാരിച്ചോട്ട് വന്നാ ചായ? പിന്നെ യെസ്, ഇങ്ങനെ എടുത്ത് ചുണ്ടേയിരിക്കുവേ. യെസ്, ഇതാണ് പാൽ കൊഴിക്കട്ട. നെയ്യുടെ പ്രയോഗം നന്നായിട്ട് വരുന്നു. പിന്നെ എന്തിനു വേണേലും ഉപയോഗിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, ഇടയത്താഴമായിട്ട് ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇത് കൊഴിക്കട്ടയിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ അങ്ങ് മോന്തണം. നല്ല സോഫ്റ്റ് അരിപ്പൊടിക്കകത്ത് ഉണ്ടാക്കാൻ എടുത്ത തീരുമാനം ഗംഭീരമായി ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഏലക്ക ടേസ്റ്റ് കിട്ടുന്നുണ്ട്. എനിക്ക് നമുക്ക് ആ കപ്പലണ്ടി കടിക്കുമ്പോൾ ഇല്ലേ, ഇതിലെ ഒരെണ്ണം ഇങ്ങനെ എടുത്ത് തിന്നണം.
നമുക്ക് പാൽക്കൊഴിക്കട്ട വലിയ മധുരമൊന്നും ഇല്ല കേട്ടോ. ഗംഭീര സാധനമാണ്. നിങ്ങളൊന്ന് മസ്റ്റ് ട്രൈ ആണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകും, പിന്നെ കഴിക്കാം. ഭയങ്കര ചൂട്. ഓക്കെ, ഒരുപാട് ഇഷ്ടപ്പെട്ടെ. അടിപൊളി പാൽക്കൊഴിക്കട്ടയൊക്കെ കഴിച്ചു കഴിഞ്ഞു. അത് ഗംഭീര ഒരു ഡിഷാണ്. നിങ്ങൾ ഒത്തിരി മധുരമാണെന്ന് ഓർത്തുണ്ടാക്കാതിരിക്കേണ്ട. ഊറിയ മധുരമാണ്. അതനുസരിച്ച് ശർക്കര ചേർത്താൽ മതി. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പി വീണ്ടും നമുക്ക് അച്ചായൻ പരിചയപ്പെടുത്തി തന്നിരുന്നു. അത്ര തന്നെ പറയാനുള്ളൂ. വേറെ വിശേഷമൊന്നുമില്ല. വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു. വീഡിയോയ്ക്ക് തരുന്ന പിന്തുണയ്ക്ക് 1000 നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആ സൈഡിലുള്ള ബെൽബട്ടൺ അടിച്ചു പൊട്ടിച്ച് നശിപ്പിച്ചേക്ക്. ടാറ്റ, ബൈ ബൈ.